ചുമ്മാതിരിക്കുന്നതിന് വഴക്ക് കിട്ടിയിട്ടുണ്ടോ? ചുമ്മാതിരിക്കുന്ന കുട്ടികളെ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ചുമ്മാതിരിക്കുന്നതിനും വളരെ വളരെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അത് പോമഡോറോ ടെക്നിക് എന്ന ഒരു പഠന രീതി അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ടെക്നിക്കാണ്. വളരെ എഫക്റ്റീവ് ടെക്നിക്കാണ്. ഞാൻ എൻ്റെ ലൈഫിലും പോമഡോറോ ടെക്നിക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു എഞ്ചിനീയറാണ്. ഞാൻ കോർപ്പറേറ്റ് ട്രെയിനറായിട്ട് പുതിയ ടെക്നോളജീസ് പല കമ്പനീസിന് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പഠിക്കേണ്ട ആവശ്യവുമുണ്ട്. അതല്ലാതെ എൻ്റെ ഹോബീസ് അങ്ങനെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പോമഡോറോ ടെക്നിക് അപ്ലൈ ചെയ്ത് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ ഈ പോമഡോറോ ടെക്നിക്കിൽ 5 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുന്നു. നമ്മൾ 25 മിനിറ്റ് പഠിക്കുന്നു, അല്ലെങ്കിൽ 25 മിനിറ്റ് ഒരു കാര്യം ചെയ്യുന്നു, അത് കഴിഞ്ഞ് 5 മിനിറ്റ് ചുമ്മാതിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ ചുമ്മാതിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പല ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. ഉണർന്ന് നമ്മൾ ചുമ്മാതിരിക്കുമ്പം മനസ്സ് നമ്മൾ അതിന് തൊട്ട് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഒരു റീപ്ലേ നടത്തും. പണ്ട് ടേപ്പ് റെക്കോർഡിലൊക്കെ നമ്മൾ റീവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യും. അതുപോലെ മനസ്സ് അതിനെ ഒന്ന് റീപ്ലേ ചെയ്യും. പക്ഷെ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള റീപ്ലേ ആണ്. നമ്മൾ ABCD എന്ന കാര്യങ്ങൾ ആണ് പഠിച്ചതെങ്കിൽ ഈ റീപ്ലേ തിരിച്ച് DCBA എന്ന റിവേഴ്സ് ഓർഡറിലായിരിക്കും ഇത് റീപ്ലേ ചെയ്യുക. അതായത് ഉണർന്ന് നമ്മൾ ചുമ്മാതിരുന്നാൽ മനസ്സ് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീപ്ലേ ചെയ്യും. എന്നാൽ ഉറങ്ങുമ്പോൾ നമ്മൾ പഠിച്ച ഓർഡറിലായിരിക്കും റീപ്ലേ നടക്കുക. അപ്പം ABCD കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഉറങ്ങുമ്പം ഇത് മനസ്സ് ABCD എന്ന ഓർഡറിലായിരിക്കും റീപ്ലേ ചെയ്യുക. ഈ വ്യത്യാസത്തിന്റെ റീസൺ ഇതുവരെ വ്യക്തമായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ചുമ്മാതിരിക്കൽ, അതായത് ഉറങ്ങുന്നതിനും ഉണർന്ന് ചുമ്മാതിരിക്കുന്നതിനും നമ്മുടെ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാൻ വളരെ വളരെ പ്രാധാന്യം ഉണ്ട്. സോ ഫോർ എഫക്റ്റീവ് സ്റ്റഡിയിങ് ഓർ ഫോർ എഫക്റ്റീവ് റിമെമ്പറിങ് യു നീഡ് ടു ലേൺ ടു ഡു നത്തിങ്. ശരിയായി പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്താൻ ഈ ചെറിയ ചെറിയ ഇന്റർവെൽസ് ആവശ്യമുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള ഇന്റർവെല്ലിൽ മതി. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് വെറുതെ ഇരുന്നാൽ പോലും ഈ മാറ്റം സംഭവിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഉറയ്ക്കുന്നു. അപ്പൊ ഈ ചുമ്മാതിരിക്കുന്നത് എളുപ്പമല്ല. ചുമ്മാതിരിക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നു. മനസ്സിനെ അതിന്റെ പാടിന് വിടുക. മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും നോക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ശ്വാസത്തിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് പഠനങ്ങളിൽ ഇടവേളകൾ നൽകുന്ന കുട്ടികൾ അവരുടെ ക്ലാസ്സുകളിൽ മികച്ച പെർഫോമൻസ് കാണിക്കുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചുമ്മാതിരിക്കുന്നത് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് മതി. അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ ചുമ്മാതിരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കരുത്. പക്ഷേ ചുമ്മാതിരിക്കുന്നതിന്റെ ദൈർഘ്യം 5 മിനിറ്റിൽ ഒതുക്കാൻ കൂടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്നുമല്ല എന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എല്ലാമാണ്. നത്തിങ് ഈസ് എവറിത്തിങ്. ശരിയാണോ? അപ്പൊ നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങളുടെ വ്യത്യാസം കമന്റ് സെക്ഷനിൽ ഇടുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 60+ ക്രേസി. നാളെയും ഇതുപോലൊരു ചെറിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഇത് ലൈക്ക് ആൻഡ് ഷെയറും ചെയ്യുക. നമസ്കാരം.